എത്ര കാലം മുമ്പ് ഡിലീറ്റായി പോയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണെങ്കിലും അത് നിങ്ങൾക്ക് തിരിച്ചെടുത്ത് തരുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസർ നെയിം അല്ലാതെ നിങ്ങൾക്ക് പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്സ് ഒന്നും വേണ്ട. ഓൺലി യൂസർ നെയിം മാത്രം മതി. അത് ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ തിരിച്ചെടുക്കുന്ന വീഡിയോ ആണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ ഈ മൊബൈൽ ഫോണിൽ പറഞ്ഞ് തരുന്ന ആ ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കണമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് മനസ്സിലാക്കി 3-4 രൂപത്തിൽ ഞാൻ പറഞ്ഞു തരും. ആ രൂപത്തിലൊക്കെ ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ പറഞ്ഞത് അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ കറക്റ്റായിട്ട് അതേപോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരുന്നത് അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഡിലീറ്റ് ആയി പോയ അല്ലെങ്കിൽ ഹാക്കായ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാം ഹാക്കഡ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ലിങ്ക് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഹാക്കഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ പല രൂപത്തിലും, അതായത് നിങ്ങളുടെ പല മൊബൈൽ ഫോൺ പല രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വിസിറ്റ് ദിസ് പേജ് പറഞ്ഞ ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് നേരെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിം മസ്റ്റാണ്. യൂസർ നെയിം മാത്രം മതി, ഫോൺ നമ്പർ ഒന്നും വേണ്ട. ആദ്യം യൂസർ നെയിമാണ് നമുക്ക് അറിയേണ്ടത്. യൂസർ നെയിം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 99% നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഈ യൂസർ നെയിം ഒന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, യൂസർ നെയിം കൊടുത്ത് നെക്സ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ യൂസർ നെയിം പഠിച്ചിരിക്കണം, കാണാതെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും നിങ്ങളുടെ പല മൊബൈൽ ഫോണും പല രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എന്നോട് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ജിമെയിലും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SMS 2-3 രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ശരിയാണ്. അപ്പോൾ എനിക്ക് ഇത് സിമ്പിളാണ്. ഇനി ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ മെയിലേക്ക് മാറ്റിയാലും മതി. എന്നിട്ട് എനിക്ക് ഇവിടെ നെക്സ്റ്റ് കൊടുത്താൽ നേരെ ഓട്ടോമാറ്റിക് അവർ സെൻഡ് ചെയ്യും. അപ്പോൾ സെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഗെറ്റ് എ ന്യൂ കോഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കോഡ് ഒന്ന് ഇവിടെ എൻ്റർ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഗെറ്റ് പിന്നെ ന്യൂ കോഡ് അടിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പുതിയൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് കൊടുത്തതിന് ശേഷം 6 ലെറ്റർ വരെ, അത് നിങ്ങൾക്ക് പല രൂപത്തിലും ഈ ഒരു പിന്നെ കോമയും അതുപോലെ തന്നെ ഹാഷ്ടാഗും അങ്ങനെ പല രൂപത്തിലൊക്കെ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഓപ്ഷൻ വളരെ സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ അത് എല്ലാവർക്കും ലഭിക്കണമില്ല. ലഭിക്കുന്നവർക്കാണെങ്കിൽ സിമ്പിളാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കിയാൽ നമുക്ക് സാധാരണ ലോഗിൻ ചെയ്യാനുള്ള ഈ ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ കറക്റ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, അതിൻ്റെ ഒരു സോറി ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയാണ്. പക്ഷേ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ പാസ്വേഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗെറ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും, ഒരു നീല പിന്നെ എയ്ത്തിൽ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗെറ്റ് ഹെൽപ്പ് എന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഇതുപോലെ ഒരു ഇൻ്റർഫേസ്, നമുക്ക് യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. യൂസർ നെയിം കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ നമുക്ക് അവിടെ ചോദിക്കുന്നത് യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ, അതായത് നമുക്ക് SMS ആയിട്ട് വരാനുള്ള ഓപ്ഷനൊക്കെ വരും. അതിൻ്റെ താഴെ നമുക്ക് അവിടെ ഒരു ഭാഗത്ത് റീസെറ്റ് പാസ്വേഡ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ റീസെറ്റ് പാസ്വേഡ് പിന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്ഷൻസ് കുറേ ഇമെയിൽ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഫോൺ നമ്പറൊക്കെ വരും. അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ താഴെ ട്രൈ അനദർ വൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ അനദർ വൈക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ലഭ്യമാകും. അവിടെ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് മൈ അക്കൗണ്ട് ഹാക്കഡ് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് ലഭ്യമാകുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പുതിയൊരു ഇമെയിൽ കൊടുക്കണം. കാരണം ആ
ഇമെയിലിലേക്ക് കോഡ് വരണം. അങ്ങനെ നിങ്ങൾ ഇമെയിൽ കൊടുത്ത് നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ഒരു കോഡ് വരും. ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് കഴിഞ്ഞാൽ നമുക്ക് നേരെ നിങ്ങളുടെ ഒരു നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ നേരത്തെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഡൊക്കെ അടിച്ചതിന് ശേഷം നമുക്കൊരു സെൽഫി നമുക്കൊരു പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒന്ന് നമ്മുടെ ID ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേസ് ID അവിടെ ഒരു റൗണ്ട് ഐക്കൺ കാണാൻ സാധിക്കും. നമ്മുടെ ആ മുഖത്തുള്ള ഇൻ്റർഫേസ് മൊത്തം ഒന്ന് 4 വർഷത്തേക്കും തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഗ്രീൻ ലൈനിൽ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും പല രൂപത്തിൽ നമുക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ വളരെ ലെങ്ത് ആയതുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത്. നിങ്ങൾക്ക് ഏത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നിങ്ങളുടെ ഏത് ചോദ്യത്തിൽ ഞാൻ വലിയ പാരഗ്രാഫ് അടക്കം വരെ എഴുതിയിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.